ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു വീഡിയോ ഇടുവാൻ കാരണം നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത്. നോക്കൂ, ഞങ്ങൾ സുവിശേഷകന്മാരാണ്. ഞങ്ങളുടെ അത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം ഒരു മനുഷ്യൻ്റെ പാപമോചനം യേശുക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം നേടണമെന്നുള്ളതാണ്. എന്നാൽ മനുഷ്യർ ജീവിച്ചിരിക്കുന്നിടത്തല്ലേ സുവിശേഷം പറയുവാൻ കഴിയത്തുള്ളൂ. മനുഷ്യരെല്ലാം ചത്തൊടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം ആരോട് പറയാനാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കണ്ട ദുരന്തം, അത് ഈ പോസ്റ്റ് ഇടാൻ എന്നെ കൂടുതലായിട്ട് ഉത്സാഹിപ്പിക്കുകയാണ്. ഞാൻ 2020 ഒക്ടോബർ 4 ഞാനൊരു വീഡിയോ ചെയ്തിരുന്നതിനെപ്പറ്റി, പക്ഷേ അതാരും കണ്ടില്ല. അത് വേറൊരു ചാനലാണ്. അതായത് ഈ പ്രകൃതിക്ഷോഭങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കൂടി വരികയാണ്, മനുഷ്യന് ലോകസ്നേഹം വർദ്ധിച്ചു വരികയാണ്. അതായത് രാപ്പകലില്ലാതെ മനുഷ്യൻ ഓടി അധ്വാനിക്കുകയാണ്. രാപ്പകലില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനൊക്കെയോ വേണ്ടി ഓടുകയാണ്. പക്ഷെ ഒന്നും നേടാതെ അവസാനം നിരാശനായിട്ട് എല്ലാവരും മരിക്കുകയാണ്. വെറും ഒരു വീടിന് വേണ്ടിയിട്ട് അനേക ലക്ഷങ്ങൾ, രണ്ട് പേര് മാത്രം താമസിക്കാനേ ഉള്ളുവെങ്കിലും 2000-ഉം 2500-ഉം സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ നമ്മൾ വെക്കുകയാണ്. അതായത് 2 കുട്ടികളുള്ള ഉള്ള വ്യക്തികൾ പോലും എത്രയോ കോടികൾ മുടക്കി അല്ലെങ്കിൽ അനേകം ലക്ഷങ്ങൾ, അതും കടമെടുത്താണ് വീട് വെക്കുന്നത്. ഇതാണ് ലോകസ്നേഹം എന്ന് പറയുന്നത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കിടക്കാനുള്ള 2 മുറിയോ ഒരു ഹാളോ ഒരു തിണ്ണയോ ഒക്കെ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ആഡംബരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിലവഴിക്കുന്ന മുഴുവനും. 1 ലക്ഷം രൂപയുടെ ഡോറ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? അവസാനം ഇതിൻ്റെ കടം വീട്ടുവാൻ വേണ്ടി മനുഷ്യൻ അങ്ങ് അധ്വാനിക്കുകയാണ്. ഒരു സ്വസ്ഥതയും ഇല്ലാതെ മനുഷ്യൻ ഓടിത്തീർക്കുകയാണ്. അവസാനം എന്താണ്? നമ്മൾ കണ്ടതുപോലെ വയനാട്ടിലെ അനുഭവം പോലെ കണ്ണ് മേയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് പലരും നഷ്ടപ്പെട്ടു പോവുകയാണ്. എല്ലാവരും അവസാനം അധ്വാനിക്കുന്ന മുഴുവൻ പണവും അവസാനം എന്താണ്? ഹോസ്പിറ്റലുകാർക്ക് കൊടുത്ത് അവിടെയും കടമാകുകയാണ്. വിദേശങ്ങളിലും സ്വദേശങ്ങളിലും ബിസിനസ്സിലും അത്യധികമായിരിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്ത് പണമുണ്ടാക്കിയിട്ട് ഇവർ ഒരായുഷ്കാലം മുഴുവൻ ഉണ്ടാക്കുന്ന പണം മുഴുവനും ഏതാനും ദിവസങ്ങൾക്കകം ഹോസ്പിറ്റലുകാർ തിന്നു തീർക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഓരോരുത്തരുടെ അവസ്ഥ. നമ്മൾ എന്തിനാണ് ഓടുന്നത്? നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു കാര്യം പോലും നമ്മൾ മറന്നു പോയിരിക്കുകയാണ്. ആകെയുള്ളത് 50, 60, 70 അല്ലെങ്കിൽ എന്താണ് നമ്മളായിരിക്കുന്ന ഈ ചെറിയ ആയുസ് മാത്രമേ ഉള്ളൂ. 50 വയസ്സായിരിക്കുന്ന അല്ലെങ്കിൽ 60 വയസ്സായിരിക്കുന്ന ഒരാളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആയുസ് എന്ത് പെട്ടെന്നാണ് തീർന്നു പോയത്? 5-ാമത്തെ വയസ്സുള്ള കാര്യം ഇന്നലെ പോലെ നമുക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് നമ്മൾ ഓടുകയാണ്. ഇതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. യുവതലമുറയ്ക്ക് മനസ്സിലാകുന്നില്ല. എന്തിനൊക്കെയോ വേണ്ടി ഓടി അധ്വാനിക്കുകയാണ്. എന്നാൽ ഇനി എന്താണ് വരാൻ പോകുന്നത്? ഇനി ഞാൻ നിങ്ങളോട് എനിക്ക് ദൈവം തന്ന ദർശനങ്ങളെപ്പറ്റി ഞാൻ വീണ്ടും പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവനും കലുഷിതമാകാൻ പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി യുദ്ധശ്രുതികളെ കൊണ്ട് നിറയുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്, ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഞാൻ പ്രത്യേകമായിരിക്കും ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വരുവാനിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിൽ ആരംഭിച്ചിരിക്കുന്ന യുദ്ധം തീരുകയില്ല. ഇസ്രയേലും ഹമാസും തമ്മിൽ ആരംഭിച്ചിരിക്കുന്ന യുദ്ധം തീരുവാൻ സാധ്യതയെ കാണുന്നില്ല. അതെന്താണ്? മാനുഷികമായിരിക്കുന്ന കാര്യങ്ങൾ കൂടിയല്ല ഞാൻ പറയുന്നത്. കാരണം ഇതിനകത്ത് വലിയൊരു മർമ്മമുള്ളത്, ഇസ്രയേൽ രാജ്യത്തിന് ദൈവം കൽപ്പിച്ചാക്കിയ ഒരു അതിരുണ്ട്. ആ അതിര് മുഴുവനും അവരെന്താണ് സ്വന്തമാക്കുവോളം, പണ്ട് ജോഷുവയുടെ കാലത്ത് ദൈവം കൊടുത്ത ഈ അതിര്, അത് അവർ സ്വന്തമാക്കുവോളം യുദ്ധം തീരത്തില്ലെന്ന് മാത്രമല്ല, അവരെന്താണ് സകല രാജ്യങ്ങളെയും കയറി അങ്ങോട്ട് ആക്രമിക്കാൻ പോവുകയാണ്. എല്ലാ രാജ്യങ്ങളും അവരങ്ങോട്ട് കയറി ആക്രമിക്കും. അങ്ങനെ ആക്രമിച്ച് അവരുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി പൂർത്തിയാക്കുന്നതിന് വരെയും ഈ യുദ്ധം മുമ്പോട്ട് തീരും. അവരെ ആർക്കും കീഴടക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇവിടെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കാണുമ്പോർക്കും ഇപ്പം ഇസ്രയേൽ തീരും. അങ്ങനെയല്ല. ഇറാൻ എന്നും പറയുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ ഇസ്രയേലിനെ പറിച്ചു കളയുമെന്നാണ്. യെരമ്യാ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിന്നെ പറിച്ചു കളയുവാൻ ഞാൻ ഇനി ആരെയും അനുവദിക്കത്തില്ല. അപ്പോഴെന്താണ്? ദൈവത്തിൻ്റെ വചനം മുഖാന്തരമാണ് ഈ ലോകത്തിലെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇസ്രയേലിനെ പറിച്ചു കളയാൻ ഒരു രാജ്യത്തിനും കഴിയത്തില്ല. ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും തകർന്നു പോകും. ഇനി നാളെ ചൈനയും ഈ യുദ്ധത്തിൽ ഇടപെടും. ഞാൻ ഉറപ്പായിട്ട് പറയും, ചൈന യുദ്ധത്തിൽ ഇടപെടും, ചൈനയും തകർന്നു പോകും. അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല ഇപ്പം. പക്ഷേ ചൈന എന്ന് പറഞ്ഞ രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെടും. ചൈന യുദ്ധത്തിൽ ഇടപെടും. അവരെന്തോ വലിയ വൻ ശക്തിയാണെന്നുള്ള രീതിയിൽ ഇടപെടും. പക്ഷേ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് ചൈനയോ റഷ്യയോ അമേരിക്കയോ ഇന്ത്യക്കോ ആർക്കും നിലനിൽപ്പില്ല. അപ്പോൾ ചൈന തകരാൻ പോവുകയാണ്. ഈ യുദ്ധത്തിൽ അവർ പങ്കെടുക്കും. എന്ന് മാത്രമല്ല, ഇസ്രയേലിൻ്റെ രാജ്യം വിസ്തൃതമാകണം. ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ വിസ്തൃതമായിരിക്കുന്ന അനുഭവത്തിലേക്ക് അവർ വരണമെങ്കിൽ അതിന് ചുറ്റുപാടുമുള്ള അയൽ രാജ്യങ്ങളുടെ അവരുടേതായിരിക്കുന്ന ആ സ്കെച്ച് അല്ലെങ്കിൽ അവരുടെ അതിർത്തികൾ മാറണമല്ലോ. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ മുഴുവനും ഭയാനകമായിരിക്കുന്ന അനുഭവത്തിലേക്ക് വരാൻ പോവുകയാണ്. ഒരൊറ്റ രാജ്യത്തിനവിടെ നിലനിൽപ്പില്ല. ഇറാൻ, ഇറാഖ്,
സിറിയ, ജോർദാന്, ഈജിപ്ത്, ഇതിൻ്റെ എല്ലാ അതിരുകൾ ഈ ദിവസങ്ങൾ മാറ്റി എഴുതത്തക്കവണ്ണമുള്ള യുദ്ധങ്ങൾ ഇനി അവിടെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രതിഫലനം എന്താണെന്നറിയാം. നമ്മൾ കേരളക്കാർക്കുള്ള പ്രതിഫലനം എന്തുണ്ട്? നമ്മുടെ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നുമില്ല ഇവിടെ. എന്ന് മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായിരിക്കുന്ന തമിഴ്നാടും കർണാടകയും പോലും നമ്മൾക്ക് എതിരാണ്. വരുമാനിക്കുന്ന കാലങ്ങളിൽ മുല്ലപ്പെരിയാർ പ്രശ്നം കഠിനമായിട്ട് തീരും. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഒരു മന്ത്രി പറഞ്ഞു, തമിഴ്നാട്ടിൽ അരിയുള്ളിടത്തോളം കാലം നമ്മൾ പട്ടിണി കിടക്കേണ്ടതെന്ന്. അങ്ങനെയല്ല, തമിഴ്നാട്ടിൽ നിന്ന് ഒരു മണിയരി അവർ നഷ്ടം സഹിക്കും. അവരുടെ ഭക്ഷണം പോയാൽ പോലും അവരുടെ ദേശസ്നേഹം അതാണ്. നമ്മുടെ കേരളക്കാർക്ക് ഇനിയും 1 കിലോ അരിക്ക് 1 പവൻ സ്വർണം വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദേശസ്നേഹം മുഖാന്തരം അവിടുന്ന് യാതൊരു വിധമായിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും കേരളത്തിലേക്ക് അവരയക്കത്തില്ല. കേന്ദ്രവും നമുക്കെതിരാണ്. ഇത് മാറത്തില്ല. കർണാടകയിലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, ഷിരൂർ നടന്ന മണ്ണിടിച്ചിലിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടല്ലോ. എന്നാൽ കേരളക്കാരങ്ങനെയല്ല. അവർ മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ മറ്റുള്ളവരങ്ങനെയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 ദൈവം എന്നോട് പറഞ്ഞ ഒരു പ്രവചനമുണ്ട്. അതായത് കേരളം കഠിനമായിരിക്കുന്ന ക്ഷാമത്തിലേക്ക് പോകും. ഇത് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടല്ലേ? നിങ്ങൾ അനുഭവിച്ചോണം. 3-4 വർഷം കഴിയിട്ട് കേരളം കഠിനമായിരിക്കുന്ന ക്ഷാമത്തിലേക്ക് വേണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉണ്ടാക്കി കൂട്ടിയ റിയൽ എസ്റ്റേറ്റിലും മറ്റു വിധമായിരിക്കുന്ന കാര്യങ്ങളിലും പണം എന്നുള്ള അനുഭവത്തിൽ നിങ്ങൾ ഓടുകയാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ നേതാക്കന്മാരും ഇവിടുത്തെ മന്ത്രിമാരും ഉൾപ്പെടെ പണത്തിനപ്പുറത്തേക്ക് മനുഷ്യരോടുള്ള സ്നേഹമില്ലാതെ ഓടുകയാണ്. കരുണയില്ലാത്ത ജനമായിട്ട് നമ്മൾ തീർന്നിരിക്കുകയാണ്. ഒരു 3-4 വർഷം കഴിയിട്ട് കേരളം, നിങ്ങളിത് എഴുതി വെച്ചോണം, കേരളം അക്ഷരാർത്ഥത്തിൽ അസാധാരണമായിരിക്കുന്ന പട്ടിണിയിലേക്കും കേരളം അസാധാരണമായിരിക്കുന്ന വയലൻസിലേക്കും പോവുകയാണ്. ഇത് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കണമെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സകല മനുഷ്യരും ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. അതിന് യോഗ്യമായിരിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ കണ്ടെത്തിയേ പറ്റൂ. ഇവിടെ നമുക്ക് കൃഷിയില്ല, ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല. പണം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമല്ലാതെ യാതൊരു ലക്ഷ്യവും നമുക്കില്ല. അവസാനം നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സ്നേഹമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വരും ദിവസങ്ങളിൽ വരുവാനിരിക്കുന്ന അനർത്ഥത്തിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവാൻ നിങ്ങളൊരു മനുഷ്യനായിട്ട് തിരിച്ചു വന്നേ പറ്റൂ. ഇനി 2, ഈ കേരളം ഈ പട്ടിണിയിലേക്ക് പോകാൻ മറ്റൊരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൽ ആരും ഇന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സർക്കാർ ജോലി അല്ലാതെ അവരും ജോലി ചെയ്യുന്നില്ല. അവർക്ക് ശമ്പളം മതി. ഇവിടെ യാതൊരു വിധമായിരിക്കും ജോലി ചെയ്യുവാനും ഇവിടെ ആരും സന്നദ്ധരല്ല. കാരണം എന്താണ്? നമുക്ക് പണം അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടും. അതായത് നമ്മുടെ കേരളം തകരുവാനുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയാം. 1 നമ്മുടെ ലോട്ടറിയാണ്, 2 മദ്യമാണ്. ഈ 2 കാര്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി ഒന്ന് ഓർത്ത് നോക്കിയേ. ഇവിടെ ജോലി ചെയ്യാത്തവർ അക്രമങ്ങളും അതിക്രമങ്ങൾ പെരുകുന്നതെന്ന് വെച്ചാൽ വേലയ്ക്ക് പോകാത്ത പുരുഷന്മാർ അക്രമങ്ങളിലേക്ക് പോകും. അവർക്ക് കള്ളു കുടിക്കാൻ പൈസ വേണം, അവർക്ക് മറ്റു തരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് പണം വേണം. അപ്പോൾ ഈ 2 കാര്യം ഇവിടെ തീർന്നു പോകാതെ കേരളം ഗുണം പിടിക്കത്തില്ല. ഈ ചൂതാട്ടം ഉണ്ടല്ലോ, ലോട്ടറിയുടെ കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ പണം പുതുതായിട്ട് ഉണ്ടാകുന്നില്ല, സമ്പദ്ഘടന പുതുതായിട്ട് രൂപാന്തരം ചെയ്യപ്പെടുന്നില്ല. എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, ഞാൻ അതുകൊണ്ട് ലോട്ടറി എടുക്കുന്നു. ആ ലോട്ടറിയുടെ പൈസ ഇങ്ങനെ കയ്യിലുള്ള പൈസ കൊടുത്ത് ഈ ചൂതാട്ടം, അല്ലെങ്കിൽ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഈ പൈസ വെച്ച് ചീട്ട് കളിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ ഒരു 5000 രൂപ വെച്ചാൽ 6 പേര് നിരന്നിരിക്കുകയാണ്. എല്ലാവരുടെയും കയ്യിൽ ഒരു 5000 രൂപ കളിക്കും. ഈ 5000 രൂപ അങ്ങോട്ട് തിരിച്ച് മറിച്ച് ഒരു ചൂതാട്ടം കഴിയുമ്പം 10000 കിട്ടും. അവൻ വീണ്ടും ചൂതാട്ടം നടത്തുന്നു, അതിൽ നിന്നൊരു 5000 അങ്ങോട്ട് കൊടുക്കുന്നു. ഇവരെ 4 ഒരാഴ്ച മുഴുവൻ അവിടെ ഈ ചൂതാട്ടം നടത്തി കഴിഞ്ഞാലും അവിടെ പണത്തിന് വർധന വരുന്നില്ല. ഇതാണ് ഇവിടുത്തെ ലോട്ടറി നടത്തുന്ന കാര്യം. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള മന്ദബുദ്ധികളാണ് നമ്മുടെ ഗവൺമെൻറ്. ഞാൻ തുറന്ന് പറയുകയാണ്, മന്ദബുദ്ധിയാണ് നമ്മുടെ ഗവൺമെൻറ്. യാതൊരു വിധമായിരിക്കും ദീർഘവീക്ഷണവുമില്ലാത്ത താൽക്കാലികമായിരിക്കുന്ന ലാഭം കൊയ്യുന്ന ഒരു സർക്കാരാണ് നമ്മുടേത്. എനിക്ക് സർക്കാരുമായിട്ട് ഇന്ന് യാതൊരു ബന്ധമില്ല. ഒരു സർക്കാരിനോടും എനിക്ക് എതിർപ്പുമില്ല, അനുകൂലവുമില്ല. ഒരു രാഷ്ട്രീയമായിട്ടും എനിക്ക് ബന്ധമില്ല. പക്ഷേ കഷ്ടമുണ്ട്, സങ്കടമുണ്ട്. അതായത് ഈ കേരളം നശിക്കാൻ പോവുകയാണ്. ഈ കേരളം അപ്പന്മാരെ, നിങ്ങളുടെ പണം നിങ്ങളുടെ ഷെൽഫുകളിൽ അടുക്കി വെക്കുകയല്ലാതെ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് കിട്ടാത്ത കാര്യം ഈ കേരളത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഭക്ഷണം കൊടുത്തുള്ളവർ കിട്ടുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെയല്ല. ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതികളെല്ലാം മറിയാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ വരുമാനിക്കുന്ന പട്ടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ചൂതാട്ടം എല്ലാവരും ഗവൺമെൻറ് ഇത് കംപ്ലീറ്റ് നിർത്തണം. അപ്പോൾ നിങ്ങളുടെ ഒരു മറുചോദ്യമുണ്ട്, വലിയ കാര്യങ്ങൾ കൊണ്ടുവരും. ഈ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ടല്ലോ കേരളത്തിലുണ്ട്. അപ്പോഴെങ്ങനെയാണ് ഈ ലോട്ടറിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കേണ്ടത്? ഒന്ന്, ലോട്ടറി നിരോധിക്കുന്നതിന് മുമ്പ് അതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ജീവനക്കാരുടെ പേര് നേരത്തെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഓരോ താലൂക്കിലും അല്ലെങ്കിൽ അതിന് അനുകൂലമായിരിക്കുന്ന അവസ്ഥയിൽ ഈ ജോലിക്കാർക്ക് നമ്മൾ ഇൻഡസ്ട്രികൾ തുടങ്ങണം.
നമുക്ക് ഇൻഡസ്ട്രികൾ തുടങ്ങിയിട്ട് ഇവർക്ക് അവിടെ ജോലി കൊടുക്കണം. ഒരു സാധാരണ ലോട്ടറി കച്ചവടക്കാരനോട് ഞാൻ വഴിയിലൊക്കെ ചോദിക്കും, പറയും 400 രൂപ 500 രൂപയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു ഒരു ദിവസം അവരുടെ കമ്മീഷനായിട്ട്. അവർക്ക് അതിൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി ഇവിടെ കൊടുക്കാറില്ല. ഇൻഡസ്ട്രിയൽ ലെവലുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. പിന്നെ മദ്യം നിരോധിച്ചാൽ എൻ്റെ കുഴപ്പമില്ല. കുറച്ച് പേര് വയലൻസ് ആയിട്ട് ചാകുമായിരിക്കും, ചത്തോട്ടെ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കില്ല ഇന്ന് ഈ മദ്യപാനം കൊണ്ടാണ് ഓരോ ദിവസവും എത്ര കൊലപാതകങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അങ്ങനെയും സംഭവിക്കത്തില്ല. ആദ്യം ഈ ഡിസ്റ്റിലറികൾ അല്ലെങ്കിൽ എന്താണ് ഷാപ്പുകൾ, ഇങ്ങനെ ബാറുകളിലൊക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ട്. ഇപ്പം ഇന്നൊരു ദിവസം ഇതങ്ങോട്ട് നിർത്തലാക്കി നമ്മുടെ ഗവൺമെൻറ് എല്ലാം മന്ദബുദ്ധികളാണ്. ഇന്ന് അതങ്ങോട്ട് ചിലർ വന്നിട്ട് പറയും ഞങ്ങൾ മദ്യം നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ജീവനക്കാരെന്ത് ചെയ്യും? അതിനെ ആശ്രയിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. അവരെന്ത് ചെയ്യും? അപ്പോൾ എന്താണ് അതിന് ചെയ്യേണ്ടത്? രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അതിനകത്ത് വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് വേണ്ടി അവർക്കും ഇൻഡസ്ട്രിയൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അതായത് നമുക്ക് ലാഭം ഉണ്ടാകുന്നതും നമുക്ക് പ്രയോജനമുള്ളതായിരിക്കുന്ന ഇൻഡസ്ട്രിയലുകൾ, അതായത് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ അതായത് താലൂക്കുകൾ സ്ഥാപിതമാക്കിയിട്ട് അവരെ അവിടെയൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം ഇത് നിരോധിക്കാനും. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമുക്ക് പണം ഇങ്ങോട്ട് വന്നു ചേരും. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥകൾക്ക് മാറ്റം വരും. പിന്നെ നമ്മുടെ വസ്തുവകൾ വെറുതെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതെല്ലാം കൃഷിയിടങ്ങളിലേക്ക് മടങ്ങി വരണം. കൃഷിയിടങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ ആധുനികമായിരിക്കുന്ന നമുക്ക് ഈ കേരളത്തിലെ ഈ വസ്തുവിൽ തന്നെ, ഈ കേരളത്തിലെ മണ്ണിൽ നിന്ന് തന്നെ നമുക്ക് ശരിക്കും പൊന്ന് വിളയിച്ചെടുക്കാൻ കഴിയും. കാരണം ഇസ്രയേലിനെ നോക്ക്, കേരളത്തിൻ്റെ 3/2 ഭാഗമുള്ള ഇസ്രയേൽ ഭക്ഷ്യസാധനങ്ങൾ കയറ്റുമതി ചെയ്യുക. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? അതുകൊണ്ട് നമുക്കിവിടെ രാഷ്ട്രീയം മതി, സമരം മതി, അക്രമം മതി, കള്ളും ലോട്ടറിയും മതി. പക്ഷേ വരും തലമുറകൾ ഇവിടെ നശിക്കാൻ പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ നശിക്കാൻ പോവുകയാണ്. അധ്വാനിക്കാൻ മനസ്സില്ലാത്തൊരു ജനമായിട്ട് നമ്മൾ തീർന്നിരിക്കുക. യാതൊരു ഉത്തരവാദിത്വമില്ലാത്തൊരു ജനം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ആ പണം കണ്ടെത്തുവാൻ വേണ്ടി ഏതൊരു മനുഷ്യനെയും കൊല്ലുക. നമ്മുടെ തെരുവോരങ്ങളിൽ നടക്കുന്ന ഈ എല്ലാ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി സർക്കാരാണ്. അത് ഈ സർക്കാരോ കഴിഞ്ഞ സർക്കാരോ വരുവാനിരിക്കുന്ന സർക്കാരെന്നല്ല, സർക്കാരിൻ്റെ പിടിപ്പുകേടായത്. ലക്ഷ്യബോധമില്ലാത്ത, സുബോധമില്ലാത്ത, ദൈവഭയമില്ലാത്ത ജനങ്ങൾ. അപ്പോൾ ഈ മദ്യവും ലോട്ടറിയും നിർത്തലാക്കാതെ കേരളം ഗുണം പിടിക്കത്തില്ല. 2, പിന്നെ അടുത്ത കാര്യം, ഇവിടുത്തെ നമ്മുടെ ജോലി ഇപ്പോഴെന്തുകൊണ്ടാണ് ഗൾഫ് നാടുകളിൽ സ്വദേശീവൽക്കരണം നടക്കുന്നത്? അവരുടെ സമ്പത്ത് അവർക്ക് വേണ്ടിയതാണ്. ഇഷ്ടം പോലെ എണ്ണപ്പണം ഒഴുകുന്ന ആ രാജ്യക്കാർ പറഞ്ഞ് ഞങ്ങളുടെ പണം മറ്റ് രാജ്യക്കാർ കൊണ്ടുപോയി തിന്നാൻ പാടില്ല. ഇവിടെ കലുങ്കുകളിൽ ഇരുന്നിട്ട് രാഷ്ട്രീയക്കാരുടെ കൊടിയും പിടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നൊരു തറ തുടയ്ക്കണമെങ്കിൽ വീട്ടുകാർക്ക് വയ്യ. അതിന് നമ്മളൊരു ബംഗാളിയെ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഹിന്ദിക്കാരനെ നമ്മൾ ആവശ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അല്പമെങ്കിലും അധ്വാനിച്ച് പണം കിട്ടുന്നെങ്കിൽ, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ നോക്കിയേ, അവന് കിട്ടുന്ന ആ ശമ്പളം പോലും ഇന്ന് ബംഗാളിലേക്ക് പോവുകയാണ്. ഈ തൊഴിലാളികൾ മുഖാന്തരം അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇതെല്ലാം രസമാണില്ലേ? ഒരു 3 വർഷം കഴിഞ്ഞിട്ട്, ഇന്നിപ്പോൾ 2024, 25, 26, 27, 2028 എന്നൊരു വർഷമുണ്ടെങ്കിൽ അന്ന് കേരളമുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കും. കേരളം സമ്പൂർണ്ണമായിട്ടും അരാജകത്വത്തിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, കടം മേടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, അത് ചെലവഴിക്കാനൊരു രസമുണ്ട്. പക്ഷേ അത് കൊടുത്ത് വീട്ടുവാനുള്ള സമയമാകുമ്പോൾ ആത്മഹത്യയിലേക്ക്. അതൊരു വ്യക്തിപരം, സർക്കാരിൻ്റെ കാര്യവും അത് തന്നെ. എവിടെ നിന്നൊക്കെ കടം കിട്ടാമോ അതെല്ലാം മേടിച്ച് ആൾക്കാരെ കൊഴിപ്പിക്കുക. എന്ന് മാത്രമല്ല, നമ്മുടെ മുഴുവൻ ഈ കേരളക്കരയിലുള്ള സകല ജനങ്ങളുടെയും സകല അധ്വാനത്തിൻ്റെയും ഫലം തിന്നുന്നത് കുറച്ച് പേര് മാത്രമുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക്. ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ കേരളക്കരയിലെ മുഴുവൻ ജനങ്ങളും കഷ്ടപ്പെടുന്നത്. എന്നിട്ടോ ഒരു ചെറിയ പേപ്പർ വർക്കിന് ചെയ്യുന്നതിൽ ഇവരെന്താണ് കൈക്കൂലി നമ്മളത് കൊടുക്കും. ആർക്കും കഷ്ണം സഹിപ്പാനോ വേണ്ടാന്ന് വെക്കുവാനോ കഴിയത്തില്ല. ലളിതമായിരിക്കുന്ന ജീവിതം നമുക്ക് ആവശ്യമില്ല. വരും തലമുറയുടെ വരെയും നല്ല വിത്തെടുത്ത് കുത്തി തിന്നുന്ന അനുഭവം നമ്മൾ. ആകയാൽ ഇനി സംഭവിക്കാൻ മാത്രമേ മിഡിൽ ഈസ്റ്റ് മുഴുവൻ തകരും. ഗൾഫ് കൺട്രീസ് എന്നുള്ള സകല വരുമാനം തീരും. നമ്മുടെയൊക്കെ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനം കേരളത്തിൽ നഷ്ടപ്പെടും. ഇപ്പോഴതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. പുറം രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പണം കൊണ്ടുള്ള വരുമാനം കേരളത്തിൽ സമ്പൂർണ്ണമായിട്ടും ക്ലോസ് ആകപ്പെടും. അയൽ സംസ്ഥാനങ്ങളിലെ ഭക്ഷണം നമുക്ക് കിട്ടാതെ വരും. പ്രകൃതിക്ഷോഭങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ സംഭവം എന്താണ്? അതായത് വയനാട്ടിൽ നടന്ന സംഭവം എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞു അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തെറ്റായിട്ട് പറഞ്ഞു ഓറഞ്ച് അലർട്ട് ഉള്ളതെന്ന് പറഞ്ഞു. ഏതാണ്ട് 500-ലധികം മില്ലിമീറ്റർ മഴ അല്ലെങ്കിൽ 50-60 സെൻറ്റിമീറ്റർ മഴ 2 ദിവസം കൊണ്ട് പെയ്തു. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊന്നും ഇത് അറിഞ്ഞില്ലേ? ഈ 50-60 സെൻറ്റിമീറ്റർ മഴ അവിടെ പെയ്തിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞില്ലേ ഇത്? അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെന്താണ് 1-ാം തീയതി 2-ാം തീയതി ശമ്പളം മേടിക്കുവാനായിട്ടിരിക്കുന്നവരാണ്. ഇതെന്താണെന്ന് പറയുക, വലിയ ഭാരമുണ്ട്.
ഈ ഉദ്യോഗസ്ഥന്മാരുടെ കുടുംബങ്ങളും അവരുടെ സമൂഹവും നശിക്കാൻ പോകും. ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ വരുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഒരു MLA, ഒരു ചീഫ് ജസ്റ്റിസ്, എല്ലാവരും അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. എല്ലാ ഭരണാധികാരികളും ആ ഭരണം ഏറ്റെടുക്കുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ദൈവത്തിന് മുമ്പിലാണ് എടുക്കുന്നത്. ദൈവമില്ലെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെയാണ് ഇവർ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്നിട്ട് ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇവരുടെ കുടുംബങ്ങളും നശിക്കും, ഇവരുടെ സകല സമ്പത്തും നശിക്കും. ഈ അക്രമം കാണിച്ച ഓരോ ഭരണാധികാരികളും അവസാനം ജയിലിൽ കിടന്ന് നരകിച്ച് നശിച്ചു പോകും. ഇതെല്ലാം ഒരു പ്രവചനമാണ്. ആർക്ക് വേണമെങ്കിലും എതിര് പറയാം. അല്പമെങ്കിലും മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ സഹായിക്കണം, സ്നേഹിക്കണം. നമ്മുടെ വയനാട്ടിലെ ദുരന്തം ഒഴിവാക്കാനൊക്കെ തന്നെ, പക്ഷേ ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അല്പമെങ്കിലും മനുഷ്യനോട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ആ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ആ ജനങ്ങളെ ഒഴിപ്പിക്കുമായിരുന്നു. കാരണം 60 സെൻറ്റിമീറ്റർ മഴ, ആ മല അതിൻ്റെ തൊട്ടിപ്പുറത്ത് പുത്തുമലയിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. ഞാൻ ആ ദേശങ്ങൾ കണ്ടിട്ടില്ല. എങ്കിലും അതിൻ്റെ തലേദിവസം ഈ ദുരന്തം ഉണ്ടാകുന്ന അന്ന് സന്ധ്യയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ട്. അത് ഏതോ ഒരു ചാനലുകാർ അവിടെ ഒരു കലിങ്ങിൻ്റെ അവിടെ നിന്നിട്ട് ആ തോടിൻ്റെ കുറുകെ നിന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് മുഴുവൻ കണ്ടില്ല. ആ തോടിൻ്റെ കുത്തൊഴുക്ക് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ഭയം ഉണ്ടായി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ ഇവിടെ ഇനി ഉരുൾ പൊട്ടുമല്ലോ, ആരോടെ പറയാൻ? അപ്പോഴെന്താണ്, ഒരു സഹോദരിയുടെ സാക്ഷ്യം ഇന്ന് ഞാൻ കേട്ടു. ഞങ്ങളെ ആരും കൊണ്ടുപോകാനുമില്ലായിരുന്നു, എങ്ങോട്ട് പോകാൻ വേറൊരു വഴിയുമില്ലായിരുന്നു, അവിടെ തന്നെ കിടന്നു. എന്ത് ഉദ്യോഗസ്ഥമാണ് ഇവിടെ ഉള്ളത്? എന്ത് ഭരണതലമായിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഉള്ളത്? ഞാനൊരു കാര്യം പറയാം. കേരളത്തിലെ മറ്റൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും വേസ്റ്റ് കൊണ്ട് റോഡുകളിൽ, പുഴകളിൽ ഇതെല്ലാം ഒഴുകി നമ്മുടെ ജലാശയങ്ങളറിയാം. കേരളം ഈ ലോകത്തിൽ ഇന്നേ വരെയുള്ള സകല രോഗത്തിൻ്റെ ഈറ്റില്ലമായിട്ട് തീരാൻ പോവുകയാണ് ഈ കേരളം. സകല രോഗത്തിൻ്റെ കാരണം ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ജലാശയങ്ങൾ മുഴുവൻ മലിനമാണ്. പ്രിയപ്പെട്ടവർ, ഇത്രമാത്രം അഹങ്കാരികളായിരിക്കുന്ന ഒരു ജനം ലോകത്തിൽ കാണത്തില്ല. ആഫ്രിക്കയിലൊക്കെ ഇപ്പോഴും നരഭോജികളുണ്ടെങ്കിൽ അവരുടെ അവിടുത്തെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ വേസ്റ്റ് കൊണ്ട് അവരുടെ കുടിവെള്ളത്തെ തള്ളത്തില്ല. കോഴിമാലിന്യം, ഞങ്ങളുടെ ഒരു ഹൈവേ കൂടെ ഞാൻ പോയപ്പോൾ ഒരു ചാക്ക് നിറയെ ഖരമാലിന്യങ്ങൾ, പിള്ളേരുടെ ഉപയോഗശൂന്യമായിരിക്കുന്ന ഷൂസുകളും ഇങ്ങനെ ഒരിക്കലും ദ്രവിച്ച് പോകുന്ന റോഡിൻ്റെ നടുക്ക് കിടക്കുക. പിന്നെ ഇവിടുത്തെ നായ്ക്കൾ, പന്നികൾ, ഇവിടെ ആർക്കും കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ വനം വകുപ്പിനെതിരെ എന്തുകൊണ്ട് ആരും കേസെടുക്കുന്നില്ല? വനം വകുപ്പിൻ്റെതാണ് പന്നികൾ. അതെന്താണ്? വന്യമൃഗമാണ്. ആ പന്നികളെ അവർ പിടിച്ചുകൊണ്ട് വനത്തിൽ പോട്ടെ, അവരതിനെ കൊണ്ട് വനത്തിൽ വിടട്ടെ, അല്ലെങ്കിൽ അവർ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യട്ടെ. വനം വകുപ്പുണ്ടെന്നും അതിന് ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നും പറഞ്ഞിട്ട് ഈ പന്നികളെ നാട്ടി പിടിച്ചാൽ പന്നികളും പട്ടികളും പിടിച്ച് എത്രയോ സ്കൂട്ടർ യാത്രക്കാരനാണ് മരിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ്റുമില്ല, ഇവിടെ ഭരണവുമില്ല, ഇവിടെ ഉദ്യോഗസ്ഥന്മാരുമില്ല, വക്കീലുമാരുമില്ല, ഇവിടെ ജഡ്ജിമാരുമില്ല. ഇവിടെ യാതൊരുവിധ ഓരോരുത്തരും കുത്തഴിഞ്ഞൊരു ജീവിതം. സുവിശേഷകനാണ് ഞാൻ. എന്നാൽ സുവിശേഷകന് സമൂഹത്തെ പറ്റിയുള്ളൊരു അറിവുമുണ്ട്. ദൈവം കാണിക്കുന്ന ദർശനങ്ങളെപ്പറ്റി അവരോട് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, കേരളം കഠിനമായിരിക്കുന്ന പട്ടിണിയിലേക്ക് പോകുന്നു. അരാജകത്വത്തിൻ്റെ തേർവാഴ്ചയിലേക്ക് കേരളം പോകാൻ പോവുകയാണ്. അതായത് നമ്മൾ കാണുന്ന ഈ മയക്കുമരുന്നിൻ്റെ കേന്ദ്രങ്ങളായിരിക്കുന്ന ഈ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങൾ, അതിനേക്കാളും ഭീകരമായിരിക്കുന്ന അനുഭവത്തിലേക്ക് കേരളം പോകാൻ പോയി. നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ പോയാൽ വൈകിട്ട് തിരിച്ചൊരു അപകടമല്ല, ആരെങ്കിലും കുത്തി കൊല്ലുമോ വെടിവെച്ച് കൊല്ലുമോ എന്ന് പോലും നിശ്ചയമില്ലാത്ത അരാജകത്വത്തിലേക്ക് കേരളം പോകാൻ പോകുക. കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥിതികൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഭരണതലത്തിലും സാധാരണ ജീവിതത്തിലും ഉണ്ടെങ്കിൽ, നമ്മളൊരു മനുഷ്യനായിട്ട് മടങ്ങി വരണം. നമ്മൾ കൃഷി ചെയ്യണം, നമ്മളെന്താണ് കരുതണം. നമ്മുടെ കേരളത്തിൽ ഞാൻ നിങ്ങളുടെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, ഒരു ഗൾഫിൽ നിന്നൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു ചെറിയ കോഴി ഫാം തുടങ്ങാൻ തുടങ്ങി. ഒരു 10-30 കോഴിയെ വളർത്താൻ തുടങ്ങിയപ്പോൾ എന്താണ്, നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പൂട്ടിക്കുന്ന പരിപാടിയുള്ളൂ. അതിനുള്ള സോഴ്സ് കണ്ടെത്തുവാനോ അതിനെ മുമ്പോട്ട് ഉത്സാഹിപ്പിക്കാനല്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പൂട്ടിക്കുക. കഴിഞ്ഞ ദിവസം ഹോട്ടലിൻ്റെ പറ്റി പറഞ്ഞു, ഞങ്ങൾ ഇന്ന് 15 ഹോട്ടൽ പൂട്ടിച്ചു. ഇതാണ് ഉദ്യോഗസ്ഥന്മാരുടെ സാക്ഷ്യം. ഞങ്ങളിന്ന് 15 ഹോട്ടൽ പൂട്ടിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഫുഡ് അധികൃതരോട് ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഫുഡ് ഇൻസ്പെക്ടറോട് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള അധികാരികളോട് ചോദിച്ചോട്ടെ, ഒരു ഹോട്ടലിൽ എത്രമാത്രം നാറിയ സാധനം വിറ്റാലും നിങ്ങൾ അറിയുന്നില്ല. അറിയുന്നുണ്ട്, നിങ്ങൾ കമ്മീഷൻ മേടിക്കുക, നിങ്ങൾ കൈക്കൂലി മേടിക്കുക. ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ എന്നാൽ, അല്ലെങ്കിൽ അവിടെ ഭക്ഷണം കഴിച്ചാൽ ആരും ചാകുമ്പോൾ നിങ്ങളൊന്നത് പൂട്ടിക്കുക. എല്ലാവരും കണക്ക് പറയണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വിചാരിക്കുന്നത് നിസ്സാര, എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവരവരുടെ ഉത്തരവാദിത്തമുള്ള എല്ലാ മനുഷ്യരും നാളെ കണക്ക് പറയേണ്ടി വരും. നിങ്ങൾ അധ്വാനിച്ചതും കൂട്ടിയതുമെല്ലാം നിങ്ങൾക്ക് തന്നെ കഷ്ടമായിട്ട് തീരും. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ജന്മിമാരുടെ തലയറുത്ത് മതിലെ വെച്ച കഥയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ന് ജന്മിമാരെ നാണിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവർ പാവങ്ങളുടെ ശിരസ് അറുത്തുകൊണ്ട് ഇന്നെന്താണ് സമ്പത്ത് കൂട്ടുക.
ലജ്ജാകരമായി ഇതൊക്കെ. എല്ലാ പാർട്ടിക്കാരും അവരുടെ കാര്യങ്ങൾ ഭരിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർ 2 തവണ വന്നപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ദുഃഖം, അവർക്കൊന്നും കിട്ടത്തില്ല. അത്രേ ഉള്ളൂ ഇവരുടെ കാര്യം. ഇവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് വല്ലതും കിട്ടത്തുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അല്ലാതെ നമ്മളെ രക്ഷിക്കാനാണ്, നമ്മളെ സൗഖ്യപ്പെടുത്താനാണ് ഭരണം വരുന്നത്? ഒരിക്കലുമല്ല. മനുഷ്യരെ ഗുണം പഠിപ്പിക്കാൻ ഒരു ഭരണവും വിടില്ല. ആ കാഴ്ചപ്പാടുള്ള കാലങ്ങളെല്ലാം കഴിഞ്ഞുപോയി. ആശയങ്ങളെ അവരവർക്ക് കിട്ടിയിരിക്കുന്ന ആശയങ്ങളെ ആ ജനങ്ങൾക്ക് വേണ്ടി നന്മയായിട്ട് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോട് വരുന്ന ഭരണാധികാരികളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി അത് സംഭവിക്കത്തുമില്ല. അതുകൊണ്ട് കേരളത്തിൽ വ്യാപരിക്കുന്ന ഈ വന്യമൃഗങ്ങളെ തിരിച്ച് വനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അതുവഴി 10, 20, 30, 40 പന്നിക്കൂട്ടങ്ങൾ ഇതുവഴി കടന്നു പോയിട്ടുണ്ട് ഒന്നിച്ച് പട്ടാപ്പകൽ. അപ്പോൾ ഇതെല്ലാം വന്യമൃഗത്തിൻ്റെ ആണെങ്കിൽ അത് ഫോറസ്റ്റുകാരുടെ ആണെങ്കിൽ അവർ പിടിച്ച് ഫോറസ്റ്റിൽ കൊണ്ടുപോട്ടെ. ഫോറസ്റ്റിൽ നിന്ന് അത് പുറത്തു പോകാതെ സംരക്ഷണ വേലി കെട്ടേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ സാധാരണ തിരുവല്ല പട്ടണത്തിൽ വരെ പന്നി വരിക എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അതിൻ്റെ ഉത്തരവാദി ആരാ? ജനങ്ങളെല്ലാം പൊട്ടന്മാരാർക്കും ഒന്നിനെപ്പറ്റിയും ബോധമില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരുടെ വാക്കുകൾക്ക് മുമ്പിൽ ആരും വേണ്ട, ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തം എടുക്കണം. 2, ഞാൻ പലപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്, ഈ വീഡിയോയ്ക്ക് നീളം കൂടുന്നുണ്ടെന്നെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു തീർക്കാം. ഈ സോഷ്യൽ മീഡിയ ഞങ്ങളുടെ അയിരൂർ ഗ്രാമമാണ്, പത്തനംതിട്ടയിലെ അയിരൂർ പഞ്ചായത്ത് അയിരൂർ ഗ്രാമം എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഞാനും അംഗമാണ്. എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് എന്തുമായിട്ട് രാത്രിയിൽ ഉറക്കമില്ലാതെ പോസ്റ്റ് ഇടുക. ഞാനിങ്ങനെ വിചാരിക്കും, അവനവൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള വഴികളിലും അവനവൻ്റെ വസ്തുവിൻ്റെ മുമ്പിലുള്ള പൊതുവഴികളിലെ കാടെങ്കിലും ഒന്ന് തെളിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. നടക്കാൻ പറ്റത്തില്ല. നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാറോ ഒരു ലോറിയോ ഒരു ബസ്സോ വന്നു കഴിഞ്ഞാൽ സൈഡിലോട്ട് മാറി നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തതുകൊണ്ട് കാട് കയറി കിടക്കുക. ഈ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അരിവാൾ എടുത്തുകൊണ്ടിരുന്ന ആ കാടൊന്ന് വെട്ടിക്കളഞ്ഞായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം. ഇതൊക്കെ നിങ്ങൾക്ക് ചിരി വരുമോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എത്ര കഷ്ടമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മതത്തിനും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല, ഒരു രാഷ്ട്രീയക്കാർക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ രക്ഷ നിങ്ങൾ ഉറപ്പിക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്യണം. നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്, അതെല്ലാവരും ചെയ്യണം. അപകടമുണ്ടായതിന് ശേഷം കാണിക്കുന്ന പേക്കൂത്തുകൾ നമ്മൾ കണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോഴും പറയുന്നു, വയനാട്ടിലെ ഈ അപകടം എന്ന് പറഞ്ഞാൽ ഈ ദുരന്തമല്ല, ആ മനുഷ്യരുടെ മരണം, അവിടുത്തെ ആത്മാർത്ഥതയുള്ള ഒരു ഉദ്യോഗസ്ഥരെങ്കിലും അതിനെ ബന്ധപ്പെട്ടവരുണ്ടായിരുന്നെങ്കിൽ, അവിടെയുള്ള ആരെങ്കിലും ജനപ്രതിനിധികൾക്ക് ജനങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവരാ കാര്യങ്ങളെ വാച്ച് ചെയ്യുമായിരുന്നു, അവരാ കാര്യത്തെപ്പറ്റി ബോധം വരുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കോടാനുകോടി രൂപയുടെ ഉപകരണങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളമുണ്ട് ഇമാർക്ക്. പക്ഷേ അതിനേക്കാളും എത്ര കൃത്യതയോടെ ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെയുള്ള അപ്പച്ചന്മാർ നിങ്ങളോട് പറയും, ഇന്ന് മഴ പെയ്യും, നാളെ മഴ പെയ്യും, പെരുമഴ പെയ്യുമെന്ന് അവർ പറയും. ഇവർ പറയുന്ന ഒരു കാര്യവും നടക്കുന്നുമില്ല. അപ്പോൾ ഭരണതലത്തിലും നമ്മുടെ വ്യക്തിപരമായിരിക്കും ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാണ്, നമ്മൾ പ്രതിബദ്ധതയുള്ളവരാണ്. നാളത്തെ തലമുറയെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ, സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ ഈ കാര്യത്തിനെല്ലാം നിങ്ങൾ ഉത്സാഹമുള്ളവരായിട്ട് കടന്നു. അതാത് ഡിപ്പാർട്ട്മെൻറ്റ് അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യണം. എല്ലാവരും കണക്ക് കൊടുത്തേ പറ്റും. എല്ലാവരും കണക്ക് കൊടുക്കണം. എല്ലാവരും നശിച്ചു പോകും പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളെ രക്ഷിക്കത്തില്ല, നിങ്ങളുടെ കഴിവ് നിങ്ങളെ രക്ഷിക്കത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, വലിയ വൻ രാജ്യമായിരിക്കുന്ന ചൈന പോലും തകർന്നു പോകാൻ പോകുകയാണ് ഈ വരും വർഷങ്ങളിൽ. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെ ഇപ്പോഴാർക്കും തോൽപ്പിക്കാനൊക്കത്തില്ല. അവർ പിന്നെ തോക്കും, പിന്നെ തോൽവിയുടെ വക്കിലെത്തും. തോക്കുമെന്ന് പറയത്തില്ല, പക്ഷേ ഇപ്പോഴവരെ ആർക്കും തോക്കാനൊക്കത്തില്ല. ഇറാനായാലും ശരി, ഇറാഖായാലും ചൈനയായാലും ശരി, ഏത് രാജ്യമായാലും ശരി, ഇപ്പോൾ ഇസ്രായേലിനോട് എതിർക്കുന്ന എല്ലാ രാജ്യങ്ങളും തകർക്കപ്പെടും. ഇസ്രായേലിൻ്റെ രാജ്യം വിസ്തൃതമാകും. അവരുടെ ദൈവം അവർക്ക് കൊടുത്ത രാജ്യത്തിൻ്റെ വിസ്തൃതിയിലേക്ക് അവർ വരുവോളം ഈ യുദ്ധം മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെ തന്നെ ചിന്തിക്കുക. എല്ലാവരും, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, സാധാരണ ജനങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, എല്ലാവരും അവരുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് ചെയ്യുക. ദുരന്തമുണ്ടായി ചത്തതിന് ശേഷം ജാതകം എഴുതാനല്ല ഇരിക്കേണ്ടത്. മരിച്ച കുഞ്ഞിന് ജാതകം എഴുതുന്ന പരിപാടി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നു. വയനാട് പോലല്ല, അതിനേക്കാളും ഭീകരമായിരിക്കും ദുരന്തങ്ങൾ കേരളത്തിൽ വരാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് മതം മതി, രാഷ്ട്രീയം മതി. ഇതിനെല്ലാം വിട്ട് നിങ്ങൾ മനുഷ്യരായിട്ട് തീരുക, സമാധാനമുള്ളവരായിട്ട് തീരുവാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ.